ഞങ്ങൾ KMEA കോളേജ് ഓഫ് ആർക്കിടെക്ചർ എടത്തലയിൽ നിന്നുള്ള ഞാൻ പ്രിൻസിപ്പളാണ്, ആർക്കിടെക്ട് ജോസഫ് ജോൺ. ഇത് പ്രൊഫസർ അഞ്ജിത്ത്, അഗെയിൻ അർബൻ ഡിസൈനർ ആൻഡ് ആർക്കിടെക്ട്. ഇത് ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവാണ്. ജസ്ലിൻ സംസാരിക്കും. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്, കഴിഞ്ഞ വർഷമാണ് ഈ പ്രസ് ക്ലബ്ബിൽ ആദ്യമായിട്ട് അടുത്തിടയിൽ മീറ്റ് ചെയ്തത്. അത് കൊച്ചിയിൽ ക്യുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രസിങ്ക്റ്റ് സമീപ പ്രദേശത്തിൽ ഒരു ഇൻ്റർവെൻഷൻ നടത്തിക്കൊണ്ട് അത് എങ്ങനെ ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷണൽ ഹബ്ബാക്കാം എന്നുള്ളൊരു പ്രപ്പോസൽ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ 5ാം വർഷ വിദ്യാർത്ഥികൾ നൽകിയ ഏകദേശം 40ഓളം ഡിസൈനുകൾ പ്രദർശിപ്പിക്കുകയുണ്ടായി നമ്മുടെ ടൗൺ ഹാളിൽ. അന്ന് നഗരപിതാവും കൊച്ചിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എമിനൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണലിസ്റ്റും ആർക്കിടെക്ട്സും പൊളിറ്റീഷ്യൻസും അതിൽ പങ്കെടുത്തിരുന്നു. ആ ഒരു പ്രപ്പോസൽ ക്യുസാറ്റിനും മെട്രോയ്ക്കും നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്നു. അവരത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി ക്യുസാറ്റ് പ്രസിങ്ക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സെമിനാർ നടക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വർഷം നമ്മൾ ചെയ്യുന്നത് അക്കരെ എന്നുള്ള ഒരു പ്രോജക്റ്റാണ്. അക്കരെ എന്ന് ഉദ്ദേശിക്കുന്നത് കൊച്ചിയിലെ വൈപ്പിൻ, വല്ലാർപാടം, മംഗളവനം പ്രദേശങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പഠനവും അതിന് ഭാവിയിൽ എങ്ങനെ കൂടുതൽ നന്നാക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു രൂപകൽപ്പനയുമാണ്, അതിൻ്റെ ഒരു പ്രദർശനമാണ് ഇപ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു, KMEA കോളേജ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് 2013 കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ സ്ഥാപിതമായ ഒരു ആർക്കിടെക്ചർ കോളേജാണ്. 2013 ഞങ്ങളിപ്പോൾ 10 വർഷം കഴിഞ്ഞു. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ച്വലി തിരൂർ ഒരു സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്, ഇന്ന് കേരളത്തിലോ മേ ബി സൗത്ത് ഇന്ത്യയിലുള്ള വൺ ഓഫ് ദ ടോപ്പസ്റ്റ് പോളിടെക്നിക്കുകളാണ്, ഗവൺമെൻറ് എയ്ഡഡ് പോളിടെക്നിക്കാണ്. ആ പോളിടെക്നിക്കായിരുന്നു ആദ്യത്തെ സ്ഥാപനം. അതിനോടുകൂടി ആലുവ അടുത്ത് എടത്തലയിൽ KMEA എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായി. അതോടൊപ്പം ഒരു ആർട്സ് കോളേജും സ്കൂളുമുണ്ടായി. 2013 ആർക്കിടെക്ചർ കോളേജ് സ്ഥാപിതമാകുന്നത്. അപ്പോൾ KMEA തന്നെ മൊത്തത്തിൽ കേരളത്തിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ നിലവാരം എങ്ങനെ നന്നാക്കാം എന്നുള്ളത് ശ്രമിക്കുന്ന ഒരു ചാരിറ്റബിൾ നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിലെ ഒരു പാർട്ടാണ് KMEA കോളേജ് ഓഫ് ആർക്കിടെക്ചർ. അപ്പോൾ ഈ പ്രാവശ്യവും KMEA കോളേജ് ഓഫ് ആർക്കിടെക്ചർ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്തിലാണ്. ഇപ്രാവശ്യവും ഓൾ ഇന്ത്യ ബേസിസിലുള്ള ഞങ്ങളുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെ തീസിസിൽ ഓൾ ഇന്ത്യ ബേസിസിലുള്ള 10 എണ്ണത്തിൽ ഒരെണ്ണമായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് നമ്മളുടെ സ്റ്റുഡൻറ്റിൻ്റെ വർക്ക്. അതുപോലെ IIA ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കൊടുക്കുന്ന തീസിസിൻ്റെ അവാർഡ്സിലും 20 എണ്ണത്തിൽ 7 എണ്ണത്തിൽ 7 എണ്ണം ആവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ക്വാളിറ്റിയും ഫാക്കൽറ്റിയുടെ ഡെഡിക്കേഷനുമാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ചെയ്യുന്ന ഈ പ്രോഗ്രാം മംഗളവനം, വൈപ്പിൻ, വല്ലാർപാടം ഏരിയകളെക്കുറിച്ചിട്ടുള്ള ഒരു പഠനവും, അപ്പോൾ അതിനോട് വളരെ സിമിലറായിട്ടുള്ള നമ്മുടെ വിയറ്റ്നാമിലെ ഒരു സ്റ്റഡിയുമായിരുന്നു. അപ്പോൾ വിയറ്റ്നാമിലെ ഹോച്ചിമിൻ യൂണിവേഴ്സിറ്റി ഒരു വളരെ വലിയ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ വർക്ക്, അവിടുത്തെ ചില സൈറ്റുകളും നമ്മുടെ ഈ പറഞ്ഞ 3-4 സൈറ്റുകളും തമ്മിലുള്ള കമ്പാരിസൺ സ്റ്റഡിയും ഒക്കെ ആയിട്ട് ഏകദേശം 2 ആഴ്ചക്കാലം ഞങ്ങളുടെ കുട്ടികളും അധ്യാപകരും വിയറ്റ്നാമിലുണ്ടായിരുന്നു. അതിൻ്റെ ഫർദർ ഡീറ്റെയിലിനെ കുറിച്ച് അർബൻ സ്റ്റുഡിയോയിലെ പ്രൊഫസറായിട്ടുള്ള അഞ്ജിത് സാറ് സംസാരിക്കുന്നതാണ്. എല്ലാ വർഷവും 5th ഇയർ സ്റ്റുഡൻസ് അർബൻ ഡിസൈൻ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ എറണാകുളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ പഠിച്ച് ആ പഠന റിപ്പോർട്ട് എറണാകുളം ജില്ലയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നഗരം എന്ന് പറഞ്ഞ പദ്ധതിയാണ് നടത്തിയത്. നഗരത്തിൽ നമ്മൾ ഉദ്ദേശിച്ച കുസാറ്റ് ഏരിയ എങ്ങനെ ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റാമെന്നായിരുന്നു അതിൻ്റെ
വിഷയം. ഇക്കൊല്ലം KMA കോളേജ് ഓഫ് ആർക്കിടെക്ചറിൽ നിന്ന് 50 സ്റ്റുഡൻസ് അടങ്ങുന്ന ഒരു സംഘം വിയറ്റ്നാം സന്ദർശിച്ചു. അവിടെ ഹോച്ചിമിൻ യൂണിവേഴ്സിറ്റി ആയിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്ചേഞ്ച് സ്റ്റുഡിയോ പോലെ നടത്തി. അവിടുത്തെ സ്റ്റുഡൻസും ഞങ്ങൾ 50 സ്റ്റുഡൻസും കൂടി 3 പ്രദേശങ്ങൾ, വിയറ്റ്നാമിലുള്ള 3 പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങൾ പഠിക്കാൻ വേണ്ടി പോയി. ആ പ്രദേശങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എറണാകുളത്തിൻ്റെ ഈ പറഞ്ഞ വൈപ്പിൻ, വല്ലാർപ്പാടം, മംഗളവനം തുടങ്ങിയ മേഖലകളും പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളാണ്. കണ്ടൽക്കാടുകൾ അടങ്ങുന്ന പ്രദേശമാണ്. അപ്പോൾ വളരെ സിമിലർ ആയിട്ടുള്ള അർബൻ ലെയേഴ്സും അർബൻ ടെക്സ്ചേഴ്സും ഒക്കെയുള്ള 2 നഗരങ്ങളെ കമ്പയർ ചെയ്ത് പഠിക്കുകയും അവിടെ അവരെങ്ങനെയാണ് വികസനത്തിലേക്ക് നീങ്ങുന്നതെന്ന് പഠിക്കുകയും ആ മാതൃക ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയായിരുന്നു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തത്. 2 ആഴ്ചത്തെ പഠനത്തിന് ശേഷം ഇവിടെ മടങ്ങി വന്ന വിദ്യാർത്ഥികൾ ഇവിടുത്തെ ഈ 3 സ്ഥലങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ആ പഠിച്ച ഭാഗങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കുകയാണെങ്കിൽ അത് കണ്ടൽക്കാടുകൾ അടങ്ങുന്ന പ്രദേശമാണ്, പരിസ്ഥിതി ലോല മേഖലയാണ്, CRZ വരുന്ന മേഖലയാണ്. ഇപ്പോൾ CRZ റൂളുകളിൽ വരുന്ന ചേഞ്ചുകളൊക്കെ കൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ എറണാകുളത്തിൻ്റെ വികസനം എന്ന് ഇപ്പോൾ സംസാരിക്കുമ്പോൾ കൂടുതലും എയർപോർട്ട് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കാക്കനാട് കേന്ദ്രീകരിച്ചാണ് എറണാകുളം വികസിക്കാൻ പോകുന്നതെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴും ഈ പ്രദേശങ്ങളിലേക്കും എറണാകുളത്തിന് വികസനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഒരു IT ഹബ്ബോ അങ്ങനെ വലിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുള്ളൊരു വികസനമായിരിക്കില്ല. പക്ഷേ ആ പ്രദേശങ്ങളുടെ വികസനം എങ്ങനെ വരാം, എങ്ങനെ ഈ പരിസ്ഥിതി ലോല മേഖലയെ മാനിച്ചുകൊണ്ട് എങ്ങനെ വികസനം കൊണ്ടുവരാം എന്നൊക്കെയുള്ളതായിരുന്നു വിദ്യാർത്ഥികളുടെ സംഘം ചർച്ച ചെയ്തത്. അതിൻ്റെ പഠനവും അതിന് ഉതകുന്ന പ്രപ്പോസലുകളുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ പ്രപ്പോസലുകൾ ഇപ്പോൾ 1-2 അതായത് 40 ഗ്രൂപ്പുകളുണ്ട്. 40 പ്രപ്പോസലുകളാണ് ഇതിൽ എക്സിബിഷന് വേണ്ടി വെക്കുന്നത്. അതിലിപ്പോൾ 1-2 പദ്ധതികൾ പറയുകയാണെങ്കിൽ, ഒന്ന് വൈപ്പിൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മോഡേൺ ഫിഷ് ഹബ്ബാക്കി എങ്ങനെ വൈപ്പിൻ മേഖലയെ വികസിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു സംഘം വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യുന്ന മോഡലാണ്. രണ്ടാമത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വല്ലാർപ്പാടം പള്ളി കേന്ദ്രീകരിച്ച് തീർത്ഥാടന കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു തീർത്ഥാടന സിറ്റിയെ എങ്ങനെ വികസിപ്പിക്കാമെന്നുള്ള പ്ലാനും പദ്ധതിയും ആവിഷ്കരിച്ച വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ വിനോദസഞ്ചാര മേഖല, ലോ ഇൻറ്റൻസിറ്റി ടൂറിസം ഏരിയകളായി എങ്ങനെ ഈ ഏരിയയെ മാറ്റാൻ പറ്റുമെന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലോ ഡെൻസിറ്റി റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് എങ്ങനെ എറണാകുളത്തിൻ്റെ ഈ പ്രദേശത്തെ വികസിപ്പിക്കാം എന്നുള്ള ചർച്ചകൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള പ്രൊജക്റ്റുകളാണ് വിദ്യാർത്ഥികൾ ചെയ്തത്. ആ പ്രൊജക്റ്റുകളുടെ എക്സിബിഷനാണ് നമ്മളിപ്പോൾ 3 ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നത്. 16, 17 വൈപ്പിൻ കാളമുക്ക് SN ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഫേസ് നടക്കുന്നത്. അവിടെ വയ്ക്കാൻ കാരണം ഞങ്ങൾ ചെയ്ത ഡിസൈൻ അവിടെ എക്സിബിറ്റ് ചെയ്യും. അവിടുത്തെ ആൾക്കാരെ തന്നെ ക്ഷണിച്ചുകൊണ്ട് അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് ആ ഡിസൈനിനെ പറ്റി അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ആദ്യത്തെ ഫേസ് നടക്കുന്നത്. അപ്പോൾ അവിടെ മോഡലുകൾ ഉണ്ടാവും, ഡിസൈൻ പ്രപ്പോസലുകളുടെ ഷീറ്റും ഡിസൈൻ ഉണ്ടാവും, വീഡിയോസ് പ്ലേ ചെയ്യുന്നുണ്ടാവും. ഇത് ആൾക്കാർ ക്ഷണിച്ച് അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ 16, 17 ഫുൾ ഡേ എടുക്കും. 19-ാം തീയതി വൈകിട്ട് അബാദ് പ്ലാസയിൽ വെച്ച് നടക്കുന്ന പരിപാടി കുറേയും കൂടി ഒരു ഫോർമൽ ചർച്ച ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ MP ഹൈബീഡൻ സാറ്, അതേപോലെ മേയർ, പിന്നെ പഞ്ചായത്ത്, ഈ 3 ഏരിയയും ഉൾപ്പെടുന്ന പഞ്ചായത്തിൻ്റെ നേതാക്കൾ, ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു പാനൽ ഡിസ്കഷനിലൂടെയാണ് ഇത് എങ്ങനെ നമുക്കിതൊരു പദ്ധതിയായി രൂപീകരിക്കാമെന്നൊരു ചർച്ച സംഘടിപ്പിച്ച് അതിനുശേഷം ഇത് റിപ്പോർട്ടാക്കിയിട്ട് സമർപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു മൊത്തം പ്രൊജക്റ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ജസ്ലിൻ വിയറ്റ്നാം സന്ദർശിച്ച സംഘത്തിലടങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ വിയറ്റ്നാമിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ജസ്ലിൻ സംസാരിക്കും. ഹായ്, ഐ ആം ജസ്ലിൻ, സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണ് അർബൻ ഡിസൈൻ സ്റ്റുഡിയോയിൽ. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു വിയറ്റ്നാമിൽ പോയിട്ട് അവിടുത്തെ ഒരു സ്റ്റുഡൻസ് ആയിട്ടുള്ള കൊളാബ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ അവിടുത്തെ സ്റ്റുഡൻസായിട്ട് അവിടെ തന്നെ ഒരു 60ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരായിട്ടാണ് നമ്മൾ ഗ്രൂപ്പായിട്ട് ഈ പ്രൊജക്ട്സ് വർക്ക്ഷോപ്പ് 12 ദിവസം ചെയ്തിരുന്നത്. നല്ലൊരു രീതിക്കൊരു എക്സ്പോഷറും ഫ്രണ്ട്ഷിപ്പും നമുക്ക് അവരായിട്ട് ഉണ്ടാക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഒരു ഫ്യൂച്ചറിലായാലും അവരായിട്ടൊരു ഇൻട്രാക്ഷൻ ആയാലും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരാനായിട്ടുള്ളൊരു രീതിക്കുള്ളൊരു ഇൻട്രാക്ഷനും എൻഗേജ്മെൻറ്റാണ് നമ്മൾ അവിടുത്തെ സ്റ്റുഡൻസായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ
വിയറ്റ്നാം ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ ക്ലൈമറ്റും ടോപ്പോഗ്രഫിയോടും നല്ലോണം സിമിലർ ആയിട്ടുള്ളൊരു പ്രദേശമാണ് ഈ വിയറ്റ്നാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പക്ഷേ ഇപ്പോൾ വിയറ്റ്നാമിൽ എൻവയൺമെൻറ്റ് അതുമായിട്ടുള്ളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈൻസാണ് അവർ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു സ്റ്റഡിയും നമ്മുടെ നാട്ടിലേക്ക് അതൊക്കെ എങ്ങനെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയായിരുന്നു നമ്മുടെ ഈ സ്റ്റഡി. മൊത്തത്തിൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രീതിക്കുള്ള എക്സ്പോഷർ നൽകുന്നൊരു വർക്ക്ഷോപ്പായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മുടെ നഗരം എക്സിബിഷൻ 2023 അക്കരെ എക്സിബിഷൻ 2025 നടക്കുന്നത് SN ഓഡിറ്റോറിയം കാളമുക്ക് വൈപ്പിൻ കൊച്ചിയിൽ വെച്ചിട്ടാണ്. തീയതി January 16 and 17 11 AM to 5 PM ആണ് വരുന്നത്. പ്രദർശനം അബാദ് പ്ലാസ MG റോഡിൽ വെച്ചിട്ടാണ്. January 19th ആണ് ഡേറ്റ് വരുന്നത്, വൈകുന്നേരം 6 PM സൺഡേ. We all invite you for this exhibition. Hope you all join us. സാഹചര്യത്തിന് വേണ്ടി അവർ കംപ്ലീറ്റ് സിറ്റിയുടെ എഡ്ജിൽ എംബാങ്ക്മെൻറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ഈ സീ ലെവൽ റൈസ് വന്നാലും അവരുടെ സിറ്റിയിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ അവർ പ്രിപ്പയർഡാണ്. അതേപോലെ വെള്ളത്തിലേക്ക് കൺസ്ട്രക്ഷൻസ് എങ്ങനെ ലോ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡെൻസിറ്റി ഉള്ള ബിൽഡിങ്ങുകൾ എങ്ങനെ വെള്ളത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് ഗ്രോ ചെയ്യാം എന്നുള്ള മോഡലുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ മോഡലുകൾ ഇവിടെ പ്രോബബിൾ ആണോ എന്നൊക്കെയാണ് നമ്മൾ ഡിസൈനിലൂടെ നോക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായും ഇവിടുത്തെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാനിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രപ്പോസ് ചെയ്യുന്നത്. ഓൾറെഡി ഈ മേഖലയിൽ കുറേ പ്രപ്പോസലുകൾ പല ഏജൻസികളായിട്ട് ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ അത് പക്ഷെ നമ്മളത് ഒരു ചെറിയ പ്ലോട്ട് മാത്രം എടുത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് വരില്ല. അത് ആ ഏരിയയ്ക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ചെയ്ത് അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന പ്രൊജക്റ്റിനെ ഒരു 30-40 കൊല്ലത്തെ ഒരു കാഴ്ചപ്പാട് വരുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. ആ മാസ്റ്റർ പ്ലാനിൽ ഓരോ ഏരിയാസ് എടുത്ത് ഇവർ ഡീറ്റെയിൽഡ് ഡിസൈൻ ചെയ്തിട്ടാണ് ഇതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 40 തരത്തിൽ എങ്ങനെ ഈ സ്ഥലങ്ങളെ കാണാം എന്നുള്ളതാണ് ഡിസൈനിലുള്ളത്. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.